ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനുബ്ലോഗ് ഏറ്റിട്ടുണ്ട് ഒരു പുതുമയാർന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉമ്മലസത്ത് നിന്ന് പോകുന്നത് സാർല കിക്ക് ഓഫ് അക്കാദമിയിലേക്കാണ്. സാർല കിക്ക് ഓഫ് അക്കാദമിയിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 4-5 വീഡിയോസാണ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നടക്കുന്ന വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് 4-5 എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ 4-5 വീഡിയോസായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്ന് സൈറോ അക്കാദമിയിലെ സ്ക്വാഡ് അണ്ടർ 11 MGD ആയിട്ടുള്ള രണ്ടാമത്തെ കളിയാണെന്ന് സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നടക്കുന്നത്. 8:45 റിപ്പോർട്ടിംഗ് ടൈം. 9 മണി മുതൽ കളി തുടങ്ങും. 3 സെക്ഷനായിട്ട് നേരത്തെ നടക്കുന്നത് പോലെ 3 സെക്ഷനായിട്ടാണ് കളിക്കുന്നത്. ഗോളി ഉൾപ്പെടെ നമ്മൾ 5 പേരാണ് കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഏകദേശം 11 പേരെയാണ് സൈറോ അക്കാദമിയിലെ സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടിരിക്കും. കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ആവശ്യാനുസരണം കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. ഇപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഈ സൈറോ അക്കാദമിയുടെ കളി എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്പാർട്ടയായിട്ട് കളിച്ചു, അതിൽ സമനിലയിൽ പിരിഞ്ഞു. രണ്ടാമത് MGD ആയിട്ട് കളിച്ചു, അതിലും സമനിലയിൽ പിരിഞ്ഞു. മൂന്നാമത് ഓലെ ഊറയായിട്ട് കളിച്ചു, ഓലെ ക്ലബ്ബുമായിട്ട് കളിച്ചു, അതിൽ ഓലെ ക്ലബ്ബ് 1 ഗോളിന് ലീഡ് ചെയ്തു, അവർ വിജയിച്ചു. 4ാമത് ടെക്കേഡ്സ് ഗേൾസുമായിട്ട് കളിച്ചു, അതിലും നമ്മൾ വിജയിച്ചു. 5ാമത് ജുവൻറ്റസ് ബ്ലാക്കുമായിട്ട് ജയിച്ചു, അതിൽ നമുക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. 6ാമത് MGDയുടെ 6ാമത്തെ കളിയാണ് ഇന്ന് സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നടക്കുന്നത്. വാശിയേറിയ ഒരു മത്സരമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മനസ്സിലാവും കിക്ക് ഓഫ് അക്കാദമിയിൽ നടന്ന MGD ആയിട്ടുള്ള കളിയിൽ MGDയുടെ കുട്ടികൾ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. അതുകൊണ്ടാണ് സമനിലയിൽ നമുക്ക് പിരിയേണ്ടി വന്നത്. ഇന്നത്തെ കളി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. തീർച്ചയായിട്ട് ഞങ്ങളിപ്പം ഉമ്മലസത്ത് നിന്ന് സാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇതുവരെയുള്ള 5 മാച്ചും നടന്നത് സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിലാണ്. 6ാമത്തെ മാച്ച് നടക്കുന്നത് അവിടെയാണ്. 8:45 റിപ്പോർട്ടിംഗ് ടൈം. 15 മിനിറ്റിൻ്റെ 3 സെക്ഷനായിട്ടാണ് കളിക്കുന്നത്. 5 പേരാണ്, ഗോളി ഉൾപ്പെടെ 5 പേരാണ് കളിക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും ആ കളിയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ 2 ടീമിലെയും കുട്ടികളൊക്കെ വാമപ്പൊക്കെ കഴിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 8:45 റിപ്പോർട്ടിംഗ് ടൈം, 9 മണിക്ക് കളി തുടങ്ങുന്നതാണ്. അതിലൊരു ചെറിയ തിരുത്തുണ്ട്. 9:45 റിപ്പോർട്ടിംഗ് ടൈം, 10 മണിയായപ്പോൾ കളി തുടങ്ങി. ഇന്ന് കളിക്കളത്തിലേക്ക് ഉള്ളത് സൈറോ സ്ക്വാഡ് അണ്ടർ 11 അതുപോലെ തന്നെ MGD സ്പോർട്സ്, ജൂഫേറിലുള്ള MGD സ്പോർട്സ് തമ്മിലുള്ള വാശിയേറിയ ഒരു മത്സരമാണ് ഇപ്പം സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വാശിയേറിയ മത്സരം എന്ന് പറയാനുള്ള പ്രധാന കാരണം ആദ്യത്തെ ഒരു മാച്ചിൽ ആദ്യം സൈറോ അക്കാദമിയും അതുപോലെ തന്നെ സൈറോ സ്ക്വാഡിലെ അണ്ടർ 11 കുട്ടികൾ MGDയും തമ്മിലുള്ള ആദ്യത്തെ കളിയിൽ 2 ടീമങ്ങളും ഗോളൊന്നും നേടാതെ സമനിലയിലാണ് പിരിഞ്ഞത്. അത് അന്നത്തെ കളി വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു. എങ്കിൽ കൂടി ഇന്നും അതേപോലെ ഒരു വാശിയേറിയ മത്സരം തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളുടെ പേരൻസും ഇപ്പോൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബഹറിനീസും യൂറോപ്യൻസും ഒക്കെ നമ്മളെ കുട്ടികൾക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കളി നടക്കുന്നത് കിക്ക് ഓഫ് അക്കാദമി, സാറിലുള്ള കിക്ക് ഓഫ് അക്കാദമിയിലാണ്. ഫസ്റ്റ് ഹാഫാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ ഒരു മത്സരം തന്നെയാണ്. ടോട്ടൽ 3 ഹാഫാണുള്ളത്. 15 മിനിറ്റിന് 3 ഹാഫാണുള്ളത്, 3 മാച്ചാണുള്ളത്. അത് പോയിൻ്റ് നിലയിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്നവരെയാണ് വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് JPL ബഹറിൻ്റെ നേതൃത്വത്തിലുള്ള കളിയാണ്, ഇപ്പം മാച്ചുകളാണ് ഇപ്പോൾ ഈ സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാച്ചിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു വാശിയേറിയ മത്സരമാണ്. അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.
ഫസ്റ്റ് ഹാഫിലെ കളി അവശേഷിക്കാൻ 2 മിനിറ്റ് ശേഷിക്കെ ഇതുവരെ 2 ടീമുകൾക്കും ഗോളൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. അതുപോലെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചാൻസുകൾ 2 ടീമുകൾക്ക് ലഭിച്ചുവെങ്കിലും ഗോൾ അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ടീമിലെയും ഗോൾ കീപ്പേഴ്സ് അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരുപാട് ഗോളുകളാണ് അവർ സേവ് ചെയ്തത്. 2 ടീമിലെയും കുട്ടികൾക്ക് ഒരുപാട് ചാൻസുകൾ ലഭിച്ച് ഗോൾ അടിക്കാം. പക്ഷേ ഗോൾ കീപ്പേഴ്സ് അത് ഗോൾ ആക്കാതെ സേവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ 2 ടീമങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ ഒരുപാട് നമ്മുടെ കുട്ടികളുടെ പേരൻസ് അല്ലാതെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ അത്രമാത്രം വാശിയേറിയ ഒരു മത്സരമാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് MGD ജൂനിയേഴ്സ്, അതായത് MGD സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ സൈറോ സ്ക്വാഡും തമ്മിലുള്ള മത്സരം ഒരു വാശിയേറിയ ഒരു മത്സരം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് തീർന്നിരിക്കുകയാണ്. നീ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ഹാഫ് കളി തുടങ്ങി ആദ്യത്തെ 3 മിനിറ്റ് എത്തുന്നതിന് മുമ്പ് സൈറോയിലെ ചുണക്കുട്ടികൾ, സൈറോ സ്ക്വാഡിലെ കുട്ടികൾ MGDക്കെതിരെ 1 ഗോൾ നേടി ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഹാഫിൽ 2 പേരും ഗോളൊന്നും അടിക്കാതെ 0-0 കളി അവസാനിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലെ കളി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് നോക്കി കാണാം ആരൊക്കെ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ ആരൊക്കെ ഗോൾ നിലയിലും ലീഡ് ചെയ്യും, അല്ലെങ്കിൽ ആരൊക്കെ പോയിന്റ് വൈസിൽ ലീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കി കാണാം. എന്തായാലും വാശിയേറിയ ഒരു മത്സരം തന്നെയാണ്. വീണ്ടും മനോഹരമായ ഒരു ഗോൾ സൈറോ അക്കാദമി MGDക്കെതിരെ നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾ നിലയിൽ 2-0 ലീഡ് ചെയ്തിരിക്കുന്നത്. സൈറോ അക്കാദമി 2 ഗോളിനാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരാണ് 2 ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Good morning. Good morning.
സൈറോ സ്ക്വാഡും MJDയും തമ്മിലുള്ള വാശേറിയ മത്സരമാണ് ഇപ്പോൾ സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ 0-0 കളി അവസാനിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ ലീഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സൈറോ അക്കാദമിയിൽ നിൽക്കുന്നത്. എന്തായാലും ഒരു വാശേറിയ ഒരു മത്സരം തന്നെയാണ്. ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു, ഗോൾ അടിക്കാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ MJDയുടെ ഗോൾ കീപ്പറെ അതൊക്കെ സേവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്തായാലും മനോഹരമായ ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മനോഹരമായ ഒരു ഗോൾ കൂടി. അപ്പോൾ സൈറോ അക്കാദമി MJDക്കെതിരെ 3 ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ 3-0 ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ 0-0 സെക്കൻഡ് ഹാഫിൽ 3-0 ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളി അവസാനിക്കുന്നത് ഏകദേശം 3 മിനിറ്റ് ബാലൻസ് ഇരിക്കെ 3 ഗോളിനാണ് സൈറോ അക്കാദമി MJDക്കെതിരെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് സെക്കൻഡ് ഹാഫ് കളി അവസാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് കളി അവസാനിക്കുന്ന സമയത്ത് സൈറോ അക്കാദമി 3 ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. 3-0 നിൽക്കുന്നത്. അങ്ങനെ തേർഡ് ഹാഫ് കളി തുടങ്ങുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ 0-0 സെക്കൻഡ് ഹാഫിൽ 3-0 ലീഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് ഹാഫ് കളി തുടങ്ങുകയാണ്. ഇപ്പോൾ എന്തായാലും
സൈറോയിലെ സ്ക്വാഡും MJDയും തമ്മിലുള്ള തേർഡ് ഹാഫ് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർല കിക്ക് ഓഫ് അക്കാദമിയിലാണ് ഈ കളി നടന്നത്. ആദ്യത്തെ ഹാഫിൽ 0-0 കളി അവസാനിച്ചത്. രണ്ടാമത്തെ ഹാഫിൽ MJDക്കെതിരെ സൈറോ അക്കാദമി 3 ഗോൾ നേടി. ഇപ്പോൾ മൂന്നാമത്തെ ഹാഫിൽ ഏകദേശം 10 മിനിറ്റോളമായി രണ്ട് ടീമുകൾക്ക് ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. വാശിയേറിയ ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാൻസുകൾ രണ്ട് ടീമംഗങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ അവരുടെ ഗോളുകളെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ഗോളുകളാണ് ആ രണ്ട് ഗോൾ കീപ്പേഴ്സും സേവ് ചെയ്യുന്നത്. അത്രമാത്രം പെർഫോമൻസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വാശിയേറിയ മത്സരമാണ്. ഈ ഒരു പോയിൻ്റ് നിലയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3-0 സെക്കൻഡ് ഹാഫിൽ കളി അവസാനിച്ചിരിക്കുന്നത്. ഈ ഒരു കളിയിൽ തേർഡ് ഹാഫിൽ 4 ഗോളെങ്കിലും മിനിമം അടിച്ചെങ്കിൽ മാത്രമേ MJDക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പോയിൻ്റ് നിലയിൽ സൈറോ അക്കാദമി ആയിരിക്കും വിജയിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കിക്കാണാം. വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. MJD സൈറോ അക്കാദമി എന്നുള്ള രണ്ടാമത്തെ കളിയാണ്, JPLന്റെ രണ്ടാമത്തെ കളിയാണ് ഇപ്പോൾ സാർല കിക്ക് ഓഫ് അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Shit.
കളി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ 0-0, സെക്കൻഡ് ഹാഫിൽ 3-0, തേർഡ് ഹാഫിൽ 0-0 കളി അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ നമ്മളെ സൈറോ അക്കാദമി സ്ക്വാഡ് വിജയിച്ചിരിക്കുകയാണ്. انا ما عملت لي شيء اليوم رح اعملها بيج تايم لكن ده بدل Thank you.